മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ദേവേശ യേശുപരാ ജീവനെനിക്കായി വെടിഞ്ഞു. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ അശോക് കുമാർ തിടനാട്. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഈ ധന്യനിമിഷങ്ങളിൽ തിരുവെഴുത്തിലെ ഒരു ഭാഗം വായിച്ച് അതിലെ ചില ചിന്തകൾ ഒരുമിച്ച് ചിന്തിക്കുവാനും പങ്കുവെക്കുവാനും ആഗ്രഹിക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ലോകത്തിലെ മനുഷ്യർ വിവിധ നിലകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലതിനും അടിമകളാണ്. പാപത്തിന്, സാത്താന്, മരണത്തിന് ഒക്കെ അടിമകളായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പ്രതീക്ഷയ്ക്കോ ജീവിത വ്യതിയാനത്തിനോ മാർഗമില്ലാതെ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ സങ്കീർത്തനത്തിൽ മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥ സൂചിപ്പിച്ചുകൊണ്ട് 49-ാം സങ്കീർത്തനം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അതൊരു നാളും സാധിക്കുകയില്ല. മനുഷ്യൻ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരാതെ അടിമത്വത്തിന് വിധേയപ്പെട്ട് തിരിച്ചുവരവിൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് നിരാശയിലും സങ്കടത്തിലും വേദനയിലും കടന്നുപോയി നിത്യമായ നരക ശിക്ഷയിലേക്ക് പോകേണ്ടവരാണ്. എന്നാൽ അങ്ങനെയുള്ള ദൈവജനത്തിന് സങ്കീർത്തനകാരൻ തന്നെ പറയുന്ന വാക്ക് പ്രചോദനമാണ്. 15-ാം വാക്യം. എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. ദൈവമാണ് വീണ്ടെടുക്കുന്നതെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനത്തിൻ്റെ പൂർത്തീകരണം വരുത്തിയ നമ്മുടെ കർത്താവിനെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ വീണ്ടെടുപ്പ് അഥവാ മറുവില കൊടുത്ത് രക്ഷിച്ചതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വാക്യം നമുക്ക് തരുന്ന സന്തോഷം ചെറുതല്ല. ആ വാക്യത്തിലെ ചില പ്രയോഗങ്ങൾ ഒന്ന് സൂചിപ്പിക്കട്ടെ. ഒന്ന്, എല്ലാവർക്കും വേണ്ടി. 2-ാമത്തെ വാക്ക് മറുവിലയായി. 3-ാമത്തെ വാക്ക് തന്നെത്താൻ കൊടുത്ത. 4-ാമത്തെ വാക്ക് മനുഷ്യനായ. 5-ാമത്തെ വാക്ക് ക്രിസ്തുയേശു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വീണ്ടെടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ, വീണ്ടെടുപ്പ് വില ദൈവത്തിന് കൊടുത്ത് നമ്മെ രക്ഷിക്കുവാൻ തീരുമാനിച്ചപ്പോൾ, എല്ലാവരെയും, അതിൽ ഞാനും നിങ്ങളുമെല്ലാം ഉണ്ടല്ലോ, ദൈവം നമ്മെ സ്നേഹിച്ചിട്ട് വീണ്ടെടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ മധ്യസ്ഥനായി, അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒടുവിൽ പറഞ്ഞ വാക്ക് മനുഷ്യനായ എന്നാണല്ലോ. ദൈവം മനുഷ്യനായി വന്നു. മഹാത്ഭുതം. എന്തിന്?
എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ വന്നിട്ട് എന്താ ചെയ്തത്? ആ മനുഷ്യനായ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് ക്രിസ്തു യേശു അഭിഷിക്തനായി രക്ഷകനായി വന്നു. ദാവീദിൻ്റെ പുത്രൻ മശിഹ മനുഷ്യനായി വന്നു. എൻ്റെയും നിങ്ങളുടെയും സ്ഥാനത്ത്, അഥവാ മനുഷ്യരായ എൻ്റെയും നിങ്ങളുടെയും സ്ഥാനത്തേക്ക് നിഷ്കളങ്കനും നിരപവാദ്യനും ഒരു രീതിയിലും ജീവിതത്തിൽ ഒരു കറയും പറ്റാത്ത, പാപം ചെയ്യാത്ത, പാപമറിയാത്ത നമ്മുടെ കർത്താവ്, ആ കർത്താവ് നമ്മുടെ സ്ഥാനത്തേക്ക് ഇറങ്ങി വന്നു. അടുത്ത വാക്ക് തന്നെത്താൻ കൊടുത്തു. നിർബന്ധമൊന്നുമില്ല, ആരും നിർബന്ധിച്ചിട്ടില്ല, സ്വയം. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചപ്പോൾ കർത്താവായ ക്രിസ്തു എന്ന മനുഷ്യനായി നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് വന്നപ്പോൾ നമ്മെപ്പോലെ പാപമൊഴികെ നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനായി ജീവിച്ച നമ്മുടെ കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വയം. നമ്മളുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അവിടെ പ്രകടമാകുകയാണ്. പ്രിയമുള്ളവരെ, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെയും നിങ്ങളുടെയും സ്ഥാനത്തേക്ക് സ്വയം അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, മറുവിലയായി തീർന്നു, മോചനദ്രവ്യമായി തീർന്നു. കൊടുക്കേണ്ട വില കൊടുത്തു. എന്താണ് ആ കൊടുത്ത വില? ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. ആ ശരീരം സമ്പൂർണമായും തകർക്കപ്പെടുകയും ആ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുക്കപ്പെടുകയും ചെയ്തു. പിതാവായ ദൈവത്തിന് നമ്മുടെ വീണ്ടെടുപ്പ് വില, മറുവില, പകരം വില, മോചനദ്രവ്യം സ്വർഗത്തിലെ കർത്താവ് എനിക്കും നിങ്ങൾക്കും പകരമായി അടിമത്തത്തിൽ കിടക്കുന്നവരെ വീണ്ടെടുക്കുവാൻ കൊടുക്കുന്ന വീണ്ടെടുപ്പ് വില കൊടുത്തു. എന്താണ് ആ വീണ്ടെടുപ്പ് വില? ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. തന്നെത്താൻ കൊടുത്ത, അങ്ങനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. ആ വാക്ക് എല്ലാവർക്കും വേണ്ടി. പ്രിയമുള്ളവരെ, ഈ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതാ! എനിക്കും നിങ്ങൾക്കും ഒരു കാലത്തും രക്ഷ പ്രാപിക്കുവാൻ വീണ്ടെടുപ്പ് സാധിക്കാതെ എന്നേക്കും ശിക്ഷയിലേക്ക് പോകേണ്ട നമ്മെ സ്വർഗത്തിലെ ദൈവം സ്നേഹിച്ചിട്ട് സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. മഹാദൈവം മനുഷ്യനായി ക്രിസ്തുവേശു അഭിഷിക്തനായി രക്ഷകനായി വന്നിട്ട് തന്നെത്താൻ കൊടുത്തു നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. മോചന മൂല്യമായി, വീണ്ടെടുപ്പിനായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ മുഴുവൻ അവിടെ അനുഭവിച്ച് തീർത്തു, നിവൃത്തിയായി എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ വില കൊടുത്ത് തീർത്തു. ഇനി ഒരു ശിക്ഷയ്ക്ക്, ഇനി ഒരു നരകത്തിന്, ഇനി ഒരു അടിമത്വത്തിന്, ഇനി ഒരു നിരാശയ്ക്ക്, ഇനി ഒരു എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥയ്ക്ക് അവസരമില്ലാതെ എന്നേക്കും തിരിച്ചെടുത്ത, ദൈവത്തിൻ്റെ വകയാക്കി തീർത്ത ആ അനുഗ്രഹീത പ്രവൃത്തിയെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും വേണ്ടി ക്രിസ്തുവേശു, മനുഷ്യനായ ക്രിസ്തുവേശു തന്നെത്താൻ കൊടുത്തു. മറുവിലയായി നമുക്ക് പകരമായി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് മരണത്തെ സ്വീകരിച്ച്, മരണത്തെ ജയിച്ച്, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സർവ്വ അടിമത്വത്തിൽ നിന്നും നമ്മെ വിടുവിച്ച, ദൈവസന്നിധിയിൽ വീണ്ടെടുപ്പ് വില കൊടുത്ത് നമ്മെ രക്ഷിച്ച നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ആ സ്നേഹം എത്ര വലുതാ! തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവൻ എനിക്കും നിങ്ങൾക്കും പകരമായി ഏൽപ്പിച്ചു തന്ന കർത്താവിനെ ധ്യാനിക്കുമ്പോൾ
പകരമെന്ത് കൊടുക്കാനുണ്ട് നമുക്ക്? ഒന്നും പകരമല്ല. പക്ഷേ കർത്താവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കാം. കർത്താവേ, നീ മഹാദൈവമാ. അങ്ങ് മഹാദൈവമായിരിക്കെ എന്നെ സ്നേഹിച്ചെനിക്കു വേണ്ടി ലോകത്തിലേക്കൊരു മനുഷ്യനായി വന്നു. എൻ്റെ വീണ്ടെടുപ്പ് വില ആർക്കും കൊടുക്കുവാൻ കഴിയാതിരുന്നപ്പോൾ, ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ വീണ്ടെടുപ്പ് വില ദൈവത്തിന് കൊടുക്കുവാൻ ആർക്കും കഴിയാതിരുന്നപ്പോൾ അവിടുന്ന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മറുവിലയായി തീർന്ന്, എനിക്ക് പകരമായി തീർന്ന് എന്നെ രക്ഷിച്ചല്ലോ, എന്നെ വീണ്ടെടുത്തല്ലോ. ഇനി എനിക്ക് ശാപമില്ല, ഇനി എനിക്ക് പാപത്തിൻ്റെ ശിക്ഷയില്ല, ഇനി എനിക്ക് മരണഭീതിയില്ല. എല്ലാ അടിമത്തത്തിൽ നിന്നും എന്നെ വിടുവിച്ചല്ലോ, എന്നെ സ്വതന്ത്രനാക്കിയല്ലോ, ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഹൃദയംഗമമായി നന്ദി അർപ്പിക്കാം. എത്ര വലിയ സ്നേഹം! തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു. ദൈവനാമത്തിന് മഹത്വം. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.